നമസ്കാരം. പ്രധാന വാർത്തകൾ. കൂറുമാറിയ അംഗത്തിന്റെ ഭർത്താവിനെ ആക്രമിച്ചു. CPM നേതാക്കൾക്കെതിരെ കേസ്. ചുങ്കത്തറ പഞ്ചായത്തിൽ കൂറുമാറിയ പഞ്ചായത്ത് അംഗം നുസൈബ സുധീറിന്റെ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തി കട അടിച്ചു തകർത്ത സംഭവത്തിൽ CPM നേതാക്കൾക്കെതിരെ കേസെടുത്തു. CPM എടക്കര ഏരിയ സെക്രട്ടറി T. രവീന്ദ്രൻ അടക്കം 5 പേർക്കെതിരെയാണ് കേസെടുത്തത്. സുധീർ പുന്നപ്പാലയുടെ പരാതിയിൽ എടക്കര പോലീസാണ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്തിൽ കൂറുമാറിയ പഞ്ചായത്ത് അംഗം നുസൈബ സുധീറിന്റെ ഭർത്താവിന്റെ കട CPM പ്രവർത്തകർ അടിച്ചു തകർത്തത്. സുധീർ പുന്നപ്പാലയുടെ ഉടമസ്ഥതയിലുള്ള ഓൺലൈൻ സേവനങ്ങൾ നൽകുന്ന കട ആക്രമിച്ചതായാണ് പരാതി. കട പൊട്ടി താക്കോൽ CPM പ്രവർത്തകർ കൊണ്ടുപോവുകയും ചെയ്തു. തമിഴ്നാട്ടിൽ മലയാളി സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. മൃതദേഹം അഴുകിയ നിലയിൽ. NIA പരിശോധന. തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിൽ മലയാളി സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. കോട്ടയം പൊൻകുന്നി കൂരാളി സ്വദേശി സാബു ജോണാണ് കൊല്ലപ്പെട്ടത്. 59 വയസ്സായിരുന്നു. ഡിണ്ടിഗലിൽ മാമ്പഴത്തോട്ടം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുകയായിരുന്നു. തോട്ടത്തിൽ അഴുകിയ നിലയിലാണ് മൃതദേഹം കണ്ടത്. മൃതദേഹത്തിന് കുറഞ്ഞത് 4 ദിവസത്തെ പഴക്കമുണ്ടെന്ന് പോലീസ് അറിയിച്ചു. പോലീസ് നടത്തിയ പരിശോധനയിൽ മൃതദേഹത്തിനടുത്ത് നിന്ന് ജെലാറ്റിൻ സ്റ്റിക്കുകളും വയറുകളും കണ്ടെത്തി. ഇത് പൊട്ടിത്തെറിച്ചാണ് മരണകാരണമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സാബു ജോൺ ഒരാഴ്ചയായി ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലായിരുന്നുവെന്ന് സഹോദരൻ പറഞ്ഞു. തുടർന്ന് അന്വേഷണം നടത്തിയിരുന്നു. 1 മാസം മുമ്പാണ് തമിഴ്നാട്ടിലേക്ക് പോയത്. സ്ഥലത്ത് NIA സംഘം പരിശോധന നടത്തുകയാണ്. പോലീസിനെ തള്ളി നിലത്തിട്ടു. കോടതിയിൽ നിന്ന് പോക്സോ പ്രതി ഓടി രക്ഷപ്പെട്ടു. കൊല്ലം കോടതിയിൽ നിന്ന് പോക്സോ കേസ് പ്രതി ഓടി രക്ഷപ്പെട്ടു. ഇരവുപുരം സ്വദേശി അരുണാണ് കോടതിയിൽ നിന്നും ഇറങ്ങി ഓടിയത്. ഇന്ന് രാവിലെ പോക്സോ കേസിൽ ഹാജരാക്കാൻ എത്തിയപ്പോഴായിരുന്നു സംഭവം. കേസിലെ തുടർ നടപടികൾക്കായി കോടതിക്കകത്ത് പ്രവേശിച്ചപ്പോൾ ആരും കാണാതെ പുറത്തേക്ക് കടന്ന പ്രതി പോലീസിനെ തള്ളിയിട്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയത്. പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. വെള്ള ടീഷർട്ടും നീല ജീൻസുമായിരുന്നു പ്രതി രക്ഷപ്പെടുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രം. ഭാര്യ ക്യാൻറ്റീനിൽ ഭക്ഷണം വാങ്ങാൻ പോയി. ഭർത്താവ് ആശുപത്രിയിൽ ജീവനൊടുക്കി. കൊല്ലം അഞ്ചൽ മിഷൻ ആശുപത്രിയിലാണ് സംഭവം. കരവാളൂർ ചമ്പക്കര ബിജി ഭവനിൽ സജി ലൂക്കോസ് ആണ് മരിച്ചത്. ദിവസങ്ങളായി സജി ലൂക്കോസ് കരൾ സംബന്ധമായ രോഗത്തിന് ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെ സജി ലൂക്കോസിന്റെ ഭാര്യ ക്യാൻറ്റീനിലേക്ക് പോയ സമയമാണ് ഇയാൾ തൂങ്ങി മരിച്ചത്. പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ ആരംഭിച്ചു. കായംകുളത്ത് വീണ്ടും തെരുവുനായ ആക്രമണം. ആക്രമണത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരിക്ക്. ആലപ്പുഴയിൽ വീണ്ടും തെരുവുനായ ആക്രമണം. കായംകുളത്ത് സ്കൂൾ വിദ്യാർത്ഥി അടക്കം നിരവധി പേരെ തെരുവുനായ ആക്രമിച്ചു. കായംകുളം പ്രതാങ്ങമൂട് ജംഗ്ഷനിലായിരുന്നു തെരുവുനായുടെ ആക്രമണം. തെരുവുനായുടെ കടിയേറ്റവർ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. നായ്ക്ക് പേവിഷബാധ ഉള്ളതായി സംശയമുണ്ട്.